സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ ഗീതി പാടിടുവിൻ. യെരൂശലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവനായി. പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളേറ്റു ചൊല്ലിടുകിൽ, ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും, കൺമണിയായി കാത്തിടും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. സ്നേഹം മാത്രം പകർന്നിടാൻ ജീവൻ പോലും നൽകിടും, ഹൃദയങ്ങൾക്കു ശാന്തിയായി കരുണാമയൻ വന്നിടും. സക്കേവൂസിനെ പോലെ നീ ഈശോനാഥനിൽ ചേർന്നിടുകി, കുറവുകളെല്ലാം ഏറ്റെടുക്കും, ജീവിതം ശോഭനമാക്കിടും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ. You own whatever land you land on. The earth is just a dead thing you can claim, but I know every rock and tree and creature has a life, has a spirit, has a name. You think the only people who are people are the people you. But if you walk the footsteps of a stranger, you learn things you never knew, you never knew. Have you ever heard the wolf cry to the blue corn moon, or asked the gritty bumpkin why he grinned? Can you sing with all the voices of the mountain? Paint with all the colors
ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന സൗകര്യതാവ് ഈ നന്ദിയുടെ സ്തോത്രം കർത്താവ്. നീ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചതിനെ നന്ദിയുടെ സ്തോത്രം കർത്താവ്. എല്ലാവർക്കും കൂടെ ഞങ്ങൾ മെച്ചൊരു നന്ദിയുടെ സ്തോത്രം. ഇനി നടക്കാൻ പോകുന്ന എല്ലാ ചടങ്ങുകളും ഇതിനെ സംബന്ധിക്കാതെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാം അങ്ങയുടെ പരിപാലനയിലായിരിക്കുന്നതിന് നന്ദിയുടെ സ്തോത്രം കർത്താവെ. ഹോളിനെയും ഫുഡിനെയും കർത്താവെ വരുന്ന എല്ലാ യാത്രക്കാരെയും വാഹനത്തെ എല്ലാം അങ്ങ് നിയന്ത്രിക്കുന്ന നന്ദിയുടെ സ്തോത്രം. ഞാൻ കാവലും കോട്ടയായിരിക്കണേ എല്ലാവരും കൂടെ നന്ദിയുടെ സ്തോത്രം. സ്വർഗസ്നായ കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന് ഞങ്ങളുടെ സ്വർഗത്തിലെ പോലെ പോവുകയാണ്. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ പ്രാർത്ഥനയോട് ഞങ്ങളുടെ ഭാഗ്യങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ കുഷാരികളെ രക്ഷിക്കണം എന്നുള്ളതാരാജ്യം. ആമീൻ. പ്രബോധനങ്ങൾക്ക് സമാധാനം വിവാഹമെന്ന ഉദ്ദേശത്തിന് മുന്നോടിയായിട്ട് കത്തോലിക്കാണ് എന്ന ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടത് ജ്ഞാനായക്കാരുടെ പാരമ്പര്യം മാത്രമാണ്. മറ്റൊരു ക്രിസ്ത്യൻ ഡിനോമിനേഷനില്ല. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ജ്ഞാനായക്കാർക്ക് വൈകൃതമായി ലഭിച്ചതായ പാരമ്പര്യമാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത് അനുഭവ സമ്പത്തുള്ളതായ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ്, അനുഭവ സമ്പത്തുള്ള ദാമ്പത്യ ജീവിതത്തിൽ അനുഭവ സമ്പത്തുള്ളവർ ഇവരെ ഒന്നായി ജീവിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ കവനൻ്റ് റിലേഷൻഷിപ്പ് ഒരു ഉടമ്പടി ദൈവസന്നിധിയിൽ വന്ന് സമർപ്പിക്കുകയാണ്. കാരണം വിവാഹത്തിന് മാത്രം എക്സ്പീരിയൻസ് ആരും കൗണ്ട് ചെയ്തു. വേറെ എല്ലാത്തിനും ഗൾഫിൽ ഒരു നേഴ്സ്, ഉദാഹരണം നേഴ്സ് ഗൾഫിൽ പോകണമെങ്കിൽ കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പക്ഷേ വിവാഹത്തിന് മാത്രമേ ഇത് പറ്റത്തില്ല. സ്റ്റീഫൻ so without any experience they are entering into marital life. അപ്പോൾ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. ജീവിതത്തെക്കുറിച്ച് അങ്ങനെയുള്ള പ്രത്യേക അനുഭവ സമ്പത്തൊന്നും ഉണ്ടായിട്ടുകൊണ്ടല്ല,
പ്രവേശിക്കുന്നു. അപ്പോൾ അനുഭവസമ്പന്ന പിതാക്കന്മാർ പറയുകയാണ്, ഇവരുടെ ജീവിതത്തിൽ തെറ്റും കുറ്റവും കുറവും ഒക്കെ ഉണ്ടാകാം, തെറ്റിദ്ധാരണകളും മുൻവിധിയൊക്കെ ഉണ്ടാകാം. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ആത്മസമ്മേളനത്തോടുകൂടി ഇവരെ പെരുമാറുന്നതിന് ഇവർക്ക് ആവശ്യമായ എല്ലാ കെയർ ആൻഡ് സപ്പോർട്ട് അത് ഞങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെ വഴക്കുണ്ടാക്കി ചെവിക്കൊപ്പിക്കേണ്ട ചുമതല നിങ്ങളുടെയാണ്. അവരെ വഴക്കുണ്ടാക്കി എന്നുള്ളതല്ല, അത്ര ആവശ്യമായ സൗകര്യങ്ങൾ അവരെ ദൈവസന്നിധി ഒന്നായി മരണം കൊണ്ടല്ലാതെ കഴിയാൻ. ബാക്കി 80 ദിവസം ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധമുണ്ടായപ്പോൾ സമാധാന ചർച്ചയോടെ പരിഹരിക്കാറുള്ള കുടുംബജീവിതത്തിൽ കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മസമ്മേളനത്തോട് പരിഹരിച്ച് ഒന്നായിട്ട് ജീവിക്കണം. മരണമല്ലാതെ വേറൊരു സംഗതി ഒരു ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്, ഇവരുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ ഇവിടെ വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്തതായ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്തതായ അനുഗ്രഹം എന്ന് പറയുന്ന ഒന്ന് സമ്പത്ത്, ഈ ലോകത്തിലെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആടുമാടുകൾ അതുപോലെ ഭവനം ജീവിക്കുവാനുള്ളതായ ഭവനം ചുറ്റുപാട്, മക്കളാകുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മണൽപ്പരത്തിലെ മണൽത്തരി പോലെ നമുക്ക് സന്താനങ്ങളുണ്ടാകാനുള്ള സന്താന സൗഭാഗ്യം ഈശായുടെ ബുദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ വംശത്തിൽ നിന്ന് രക്ഷകർ ഉദയം ചെയ്യും. 3 വാഗ്ദാനമാണ് പറഞ്ഞത്. അതുകൊണ്ടതുപോലെ ഇവർക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് ഇവർക്ക് ജീവിക്കുവാനുള്ള അമിതമല്ല, ജീവിക്കാനുള്ള സൗകര്യം ദൈവത്തിലുണ്ട്. രണ്ടാമത് സന്താന സമ്പത്തിനെ കൊടുക്കണം. മൂന്നാമത് ദൈവം ദൈവമില്ലാത്ത ജീവിതം വ്യർത്ഥമാകുന്നു. യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ വിവാഹ ജീവിതം അങ്ങനെയായിരിക്കണം. കുറച്ചുകൂടെ പറഞ്ഞാൽ നിങ്ങൾ രണ്ട് റൊട്ടി കഷ്ണങ്ങൾക്ക് തുല്യമാണ്. റൊട്ടി കഷ്ണത്തിനിടയ്ക്ക് പീനട്ട് ബട്ടറോ ജെല്ലിയോ വേറെ എന്തെങ്കിലും ഫില്ലിങ്സോ വെച്ചാൽ അപ്പോൾ നിങ്ങളാകുന്ന മണവാളിനും മണവാട്ടിയില്ല, വേറൊരു മധുവാകുന്ന നിങ്ങളുടെ ഇടയിൽ എന്താ വെക്കണം? ദൈവമാകുന്ന ആളുണ്ടായിരുന്നു. ദൈവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മനോഹരമായി തീരുന്നുണ്ട്. ദൈവമില്ലാത്ത ജീവിതം ഉണ്ടാകാൻ പാടില്ല. സംബന്ധിച്ചാൽ പ്രാർത്ഥിക്കുന്ന കുടുംബം സന്തുഷ്ട കുടുംബം, പ്രാർത്ഥിക്കുന്ന വേദപുസ്തകമായിരുന്ന ആരാധനയെ സംബന്ധിക്കുന്ന ദമ്പതികളായിട്ട് അതൊക്കെ നടന്നു. അപ്പോൾ അതിനുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾ ആവശ്യമായ ഉപദേശങ്ങളും സഹായങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഗ്രിഗോറിയോസിന്റെയും
ബഹുമാനം